ഹായ് ഗൈസ്, ഞാൻ അല്ലു. എൻ്റെ കൂടെയുള്ളത് എൻ്റെ അനിയത്തി കുഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ നേരം വിളിക്കണിക്കുമ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നത് നീലിമംഗലം കാർഷിക ഫാമിലേക്കാണ്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പം മനസ്സിലായല്ലോ ഞങ്ങൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന്. അതെ, പെരിയാറിൻ്റെ തീരത്തുള്ള നമ്മുടെ കാർഷിക ഫാം കാണാനാണ് നമ്മൾ പോയിരിക്കുന്നത്. ഈ വീഡിയോയിലുള്ളതാണ് പ്രമുഖ യൂട്യൂബർ അപർണ മണി. ആളുടെ അച്ചായി ഇവിടുത്തെ ഒരു തൊഴിലാളിയാണ്. ഏകദേശം 300 ഏക്കറോളം പരന്നു കിടക്കുന്ന നീലിമംഗലം പെരിയാറിൻ്റെ തീരത്തുള്ള കാർഷിക ഫാം. തരംതിരിച്ചുള്ള 16ഓളം പ്ലോട്ടുകളും അതിൽ 160-ൽ പരം തൊഴിലാളികളും ഇങ്ങനെ ജൈവവൈവിധ്യത്തിൻ്റെ കലവറ. പറഞ്ഞു തീർക്കാൻ പറ്റുന്നതിലധികം കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഈ പാർക്കും കോഫി ഷോപ്പൊക്കെ മാറ്റി ഒരു വൈകുന്നേരം ഇവിടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മനസ്സും കണ്ണും എല്ലാം നിറയുന്ന ഒത്തിരി കാഴ്ചകളിവിടെ കാണാനുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ നിൽക്കുന്നൊരു സ്പോട്ട് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഫാമിലെ കാഴ്ചകളെന്ന് അപർണയുടെ വീഡിയോ ഇറങ്ങിയ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേച്ചിമാരൊക്കെ ഭയങ്കര വെലുക്കാട്ട് തരുന്നത്. ഈ ഒരു കുളവും ഇതിനോട് ചേർന്നുള്ള ഇരിപ്പിടവും ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സമാധാനവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. പിന്നെ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു വൈകുന്നേര സമയത്തോ അല്ലെങ്കിൽ ഞാൻ വന്ന പോലെ നേരം വെളുക്കണിക്കുമ്പോൾ വരണം. കാരണം വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാനേ പറ്റത്തില്ല. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇനി നമുക്ക് ഇവിടുത്തെ പൂന്തോട്ടം ഒന്ന് കാണാം. പലതരത്തിലുള്ള പൂക്കൾ, ഇത്രയേറെ പൂക്കൾ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത്ര വെറൈറ്റി പൂക്കൾ, ബൊഗൈൻവില്ലയുടെ വെറൈറ്റി, റോസ്, താമര, ഇൻഡോർ വെക്കുന്നത്, ഔട്ട്ഡോർ വെക്കുന്നത്, വിവിധതരം കുറ്റിച്ചെടികൾ, 10 മണി പ്ലാന്റിന് തന്നെ പലതരം വെറൈറ്റീസ്, അങ്ങനെ പേരറിയില്ലാത്ത ഒരുപാട് ചെടികളിവിടെ ഉണ്ടായിരുന്നു. അതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് ഈ പ്ലാന്റിൽ നിൽക്കുന്ന ഈ കുഞ്ഞു ആമ്പലുകൾ. പിന്നെ ഈ ഗാർഡനിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് വീട്ടിലേക്ക് 2 ചെടിയും മേടിച്ചിട്ട് നേരെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക്. ഇതാണ് ഇവിടുത്തെ അടുത്തൊരു സ്പോട്ട്, തണൽ. ഇവിടെ നമുക്ക് കുടിവെള്ളവും ഇരിപ്പിടവും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ലവ് ബേർഡ്സിൻ്റെ കൂട് വെച്ചിരിക്കുന്നത്. ഇനി കുറച്ച് പക്ഷികളും മൃഗങ്ങളെയും കണ്ടാലോ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുയലിൻ്റെ സെക്ഷനാണ് കേട്ടോ. അവിടെ ഒരു അമ്മ മുയലും കുഞ്ഞു മുയലുകളും ഉണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള ആട്, താറാവ്, പശു, നമ്മുടെ വെച്ചൂർ പശു എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവയുടെയൊക്കെ അവശിഷ്ടം കമ്പോസ്റ്റ് വളമാക്കുന്ന യൂണിറ്റുകൾ എല്ലാം ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് അപർണയുടെ അച്ചായുടെ പ്ലോട്ടിലേക്ക് പോവാം. അവിടെയുള്ളത് നിറയെ മാവ്, പ്ലാവ്, മാങ്കോസ്റ്റിൻ തോട്ടങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ആ പ്ലോട്ടിലുള്ളത്. പിന്നെ ചീരകൃഷി, ഔഷധ സസ്യങ്ങളുടെ ഒരു പ്ലോട്ട്. പിന്നെ ഇതാണ് കേട്ടോ അപർണയുടെ അച്ചായി മണി. അച്ചായ ഇവിടുത്തെ ഒരു സ്ഥിരം തൊഴിലാളിയാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് മാങ്കോസ്റ്റിൻ പൂവിട്ട് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫാമിലി കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അപർണയുടെ വീഡിയോ കണ്ട ചേച്ചിമാരൊക്കെ ഒത്തിരി സംസാരിച്ചു കേട്ടോ. ഇനിയാണ് പ്രധാന താരങ്ങളെ കാണാൻ പോകുന്നത്. അപർണയുടെ ഫാമിലി കാഴ്ചകളെന്ന വീഡിയോ കണ്ട ഫാൻസാണ് ഇവരൊക്കെ. ഞങ്ങളെ കൂടെ വീഡിയോയിലിട്ട് വീഡിയോ ഇഷ്ടമായി, വീഡിയോ കണ്ടായിരുന്നു, ഇനി എന്നാ വരിക, ഇനി എന്നാ വീഡിയോ എടുക്കുക, അങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു ഇവർക്ക്. പിന്നെ അവരോടും ഒരു ടാറ്റ പറഞ്ഞ് നേരെ പെരിയാറിൻ്റെ തീരത്തേക്ക്. ഇത് പിന്നെ നീലിമംഗലംകാരുടെ സ്വകാര്യ അഹങ്കാരമായ നീലിമംഗലം ആർച്ച് പാലം, നമ്മുടെ ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് പാലം. ഇത്രയൊക്കെ നടന്ന് കണ്ടപ്പോഴേക്കും വെയിലുമായി നല്ലോണം ക്ഷീണിച്ചായിരുന്നു. അങ്ങനെ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക്. ഇനി ഇവിടുത്തെ അടുത്തൊരു സ്പോട്ടിലേക്ക് പോകാം, ആനപ്പാറ. പലതരം കുറ്റിച്ചെടികൾ കൊണ്ടും പേരമരങ്ങൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ആനപ്പാറ. അവിടെ തന്നെയാണ് തേനീച്ചകളുടെ തേൻ സംഭരിക്കുന്ന ബോക്സുകളും വെച്ചിട്ടുള്ളത്. ഈ മരത്തിലൊക്കെ പടർന്നു കയറിയിരിക്കുന്നത് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ.
ഈ യൂണിറ്റിൻ്റെ പേരൊന്നും അറിയില്ല. എല്ലാ സാധനങ്ങളും ഉണക്കി പൊടിപ്പിച്ച് കൊടുക്കുന്നത് ഈ സെക്ഷനിലാണ്. കൊപ്ര, മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം ഇവിടെ കിട്ടും. ഇനി ചെറിയ തൈകളുടെ സെക്ഷൻ, പിന്നെ കൂൺ മുളപ്പിച്ച് നൽകുന്ന നഴ്സറികൾ, ചെറിയ ഇൻഡോർ പ്ലാന്റ്സ്, പിന്നെ വീണ്ടും ലവ് ബേർഡ്സിൻ്റെ അടുത്തേക്ക്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തേനീച്ചകളുടെ ബ്ലോക്ക്. അവയ്ക്ക് സഞ്ചരിക്കാനുള്ളൊരു പാത്വേ തന്നെ ഇവിടെ ഉണ്ട്. അങ്ങനെ ചുറ്റിക്കിറങ്ങി നമ്മൾ ഏകദേശം എക്സിറ്റ് എത്താറായി. അങ്ങനെ വീണ്ടും നമ്മൾ അപർണയുടെ ഫാൻസിനെ കണ്ടു. അത് നമുക്കൊരു ബറാബ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് തന്നു കേട്ടോ. നല്ല രുചിയായിരുന്നു ആ ഫ്രൂട്ടിന്. ഇത് അവിടെ തന്നെ ഉണ്ടായ ഫ്രൂട്ടാണിത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബറാബ ഫ്രൂട്ട് കഴിക്കുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ അടിമാലിക്കുള്ള ബസ്സും കയറി നേരെ പോകുന്നത് ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ പോലെ ചീയപ്പാറ കണ്ടു, വെള്ളച്ചാട്ടം കണ്ടില്ല. വേനൽ തുടങ്ങിയല്ലേന്ന് വിചാരിച്ചു, പക്ഷെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. വന്നതല്ലേന്ന് കരുതി 3 കരിക്കും കുടിച്ച് കുറച്ച് ഉപ്പിലിട്ടതും വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്. പിന്നെ ഫാമിലിയിൽ നിന്ന് നമ്മൾ കുറച്ച് നല്ല കുരുമുളകിൻ്റെ തൈയും ബഡ് മാവിൻ്റെ തൈയും പിന്നെ താമര വിത്ത്, വെണ്ടയുടെ വിത്ത് ഇതൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. ഇതൊക്കെ തൂക്കി നേരെ അപർണയുടെ വീട്ടിലേക്ക് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.